അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം കോടതിയിലേക്ക് കൊണ്ടുപോകും. ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ പരിഗണനയിലുണ്ടെന്ന് ACP C ജയകുമാർ പറഞ്ഞു. മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പരാതി സിനിമാ പ്രചാരണം ലക്ഷ്യമിട്ടല്ല, ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നും ACP പറഞ്ഞു. APPയുടെ നിർദ്ദേശപ്രകാരമാണ് കോടതി ആവശ്യപ്പെടുന്നത്. ഓപ്പൺ കോർട്ടിലാണ് ഹാജരാക്കുള്ളൂ. കോടതി പറയുന്ന ടൈമിൽ ഹാജരാക്കും. അത് അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ട് വെച്ചാൽ അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമല്ലേ. അല്പം പരിഗണനയിലുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തീരുമാനമാണ്, പരിഗണനയിലുണ്ട്. കോടതി മൊബൈൽ ഫോൺ ബന്ധവസിലെടുത്ത് കോടതിയിൽ ഹാജരാക്കും. അത് മറ്റേ പരാതി അനുസരിച്ച്. വിവരങ്ങളുമായി ജിജീഷ് വീണ്ടും ചേരുന്നു. ജിജീഷ്, ദ്വയാർത്ഥ പ്രയോഗത്തിന്, ഡബിൾ മീനിങ് വേർഡ്സിനാണ് തനിക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്നാണ് ലഘൂകരിച്ച് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചത്. പക്ഷേ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുണ്ട്. പരാതി സിനിമാ പ്രചാരണം ലക്ഷ്യമിട്ടല്ല എന്ന് കൃത്യമായി പോലീസ് പറയുന്നുണ്ട്. അതായത് ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്തിയേക്കാം. അതായത് വളരെ ഗൗരവത്തിൽ ഈ വിഷയം പോലീസ് എടുക്കുന്നു എന്ന് തന്നെയല്ലേ? കൃഷ്ണരാജ്, ACP അടക്കം നേരത്തെ നമ്മോട് ഈ കേസിന്റെ പുരോഗതി സംസാരിച്ചുകൊണ്ട് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, നിലവിലെടുത്ത വകുപ്പുകൾക്ക് അപ്പുറം, അതായത് നിലവിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 75-ാം വകുപ്പിലെ 1-4 ഉപവകുപ്പുകൾ പ്രകാരവും ഒപ്പം തന്നെ IT ആക്ടിലെ 67 പ്രകാരവുമാണ്. ഇങ്ങനെ 2 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. എന്നാൽ അതിൽ കൂടുതൽ വകുപ്പുകൾ പ്രകാരമുള്ള കേസുകൾ ചുമത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്ന കാര്യം തന്നെയാണ് ACP ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ബോബി ചെമ്മണ്ണൂർ ആരോപിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ടോ അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയോ ആണ് എന്ന് പോലീസിന് തോന്നിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ, അതായത് മാസങ്ങൾക്ക് മുമ്പ് 3-4 മാസങ്ങൾക്ക് മുമ്പാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരാതി ഉന്നയിക്കുന്നതിൽ തനിക്ക് ചില സംശയങ്ങളുണ്ട് എന്ന കാര്യമായിരുന്നു ബോബി ചെമ്മണ്ണൂർ മൊഴിയായി പോലീസിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അത്തരത്തിൽ യാദൃശ്ചികമായി പറഞ്ഞുപോയ ചില കാര്യങ്ങളാണ്, സാന്ദർഭിക വശാൽ പറഞ്ഞുപോയ ചില കാര്യങ്ങളെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ACP മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അവിടെ ആ ഒരു ഘട്ടത്തിൽ അവർക്ക് പരാതിക്കാരിക്ക് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നില്ല. എന്നാൽ അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പോലീസ് അതിനെ പൂർണ്ണമായും തന്നെ പിന്തുണയ്ക്കുകയായിരുന്നു ചെയ്തത് എന്ന കാര്യമാണ് ACP ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ഒരു സാധ്യതയും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇന്നലെ 7 മണിയോടുകൂടിയാണ് 7:05 ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ എത്തിക്കുന്നു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം വിശദമായി തന്നെ ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നു. 11:30-ക്ക് മെഡിക്കലിനായി ഹാജരാക്കുന്നത് വരെ, മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നത് വരെയുള്ള സമയവും വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ആ ഘട്ടത്തിൽ എല്ലാം തന്നെ നടത്താൻ കഴിഞ്ഞിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി കസ്റ്റഡി അപേക്ഷ വേണമോ എന്ന കാര്യത്തിൽ തീരുമാനങ്ങൾ പോലീസ് എടുത്തിട്ടില്ല. എന്നാൽ ആ ചോദ്യം ചെയ്യലിലാണ് ബോബി ചെമ്മണ്ണൂർ തൻ്റെ വാദങ്ങൾ മുൻനിർത്തിയതും തൻ്റെ കാര്യങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് താൻ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കണമെന്നോ സ്ത്രീത്വത്തെ അപഹസിക്കണമെന്നോ ഉദ്ദേശിച്ചുകൊണ്ട് യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. അവിടെ യാദൃശ്ചികമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞു പോയതാണ് എന്ന കാര്യമാണ്. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ മുൻനിർത്തി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽ തെളിവുകൾ പരിശോധിക്കും. മുമ്പ് സമാനമായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉയർന്നിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അത്തരത്തിലുള്ള പരാതികളെല്ലാം തന്നെ പരിശോധിച്ച് അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ കൂടി കോടതിയിൽ ഹാജരാക്കുമെന്ന കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മജിസ്ട്രേറ്റിന് മുന്നിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പരാതിക്കാരിയുടെ വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഉള്ളടക്കമടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ ഒരു ഘട്ടത്തിലാണ്, കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴിയാണ് എന്നതുകൊണ്ട് തന്നെ പുറത്തു വരില്ല. എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ മൊഴി അടിസ്ഥാനമാക്കി കൂടുതൽ മുന്നോട്ട് പരിശോധനകൾ നടത്താനും കൂടുതൽ വിശദമായ അന്വേഷണം നടത്താനും കഴിയും. മാത്രമല്ല, ഈ കോടതിയിൽ ശക്തമായി തന്നെ ഇത്തരത്തിൽ സമാനമായ പരാതികൾ മറ്റ് ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ തെറ്റ് ആവർത്തിക്കുന്ന ആളാണ് പ്രതി എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുമ്പ് ലഭിച്ചിട്ടുള്ള പരാതികൾ, ഒറ്റപ്പെട്ട ചില പരാതികൾ ലഭിച്ചിരുന്നു വിവിധ കോണുകളിൽ നിന്ന്. ആ പരാതികൾ കൂടി ബോബി ചെമ്മണ്ണൂരിനെതിരായ പരാതികൾ പരിശോധിക്കുന്നു. മാത്രമല്ല, സൈബർ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പല ഘട്ടങ്ങളിലും നടത്തി വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നടത്തിയിട്ടുള്ള മുൻ പ്രയോഗങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ എന്നിവയുടെ എല്ലാം
വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതും പ്രധാനപ്പെട്ട ഒരു തെളിവായി തന്നെ മുൻനിർത്തുന്നു. ഒരിക്കൽ മാത്രം പറഞ്ഞതല്ല, അല്ലെങ്കിൽ യാദൃശ്ചികമായി മറ്റു കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിനൊപ്പം പറഞ്ഞത് എല്ലാ കൃത്യമായി തന്നെ ആസൂത്രണത്തോടെ പറഞ്ഞതാണ് എന്ന കാര്യമാണ് പോലീസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മറിച്ച് മറുഭാഗത്ത് താൻ പെട്ടെന്ന് പറഞ്ഞതാണ് എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുമ്പോൾ തന്നെയാണ് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഈ ഡിജിറ്റൽ തെളിവുകളിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ അടക്കം പോലീസിന് നടത്തേണ്ടതുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ കൈവശമുണ്ടായിരുന്ന ഐഫോൺ നിലവിൽ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഐഫോണിന്റെ ശാസ്ത്രീയ പരിശോധനകൾ നടത്തും. ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത കാര്യങ്ങൾ അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം പോലീസ് വ്യക്തമാക്കുന്നത് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിന് മുമ്പ് രക്ഷപ്പെടാനുള്ള ഒരു നീക്കങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെയാണ് വയനാടിലെ മേപ്പാടിയിലെ തന്റെ തന്നെ എസ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചത്. അവിടെ ഇതര സംസ്ഥാനത്തെത്തി, അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും എത്തിയതിനു ശേഷം നിയമ നീക്കങ്ങൾ നടത്തുക, ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ നടത്തുക, സുപ്രീം കോടതി വരെ പോകുന്ന ഒരു നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കുക, അത് കഴിഞ്ഞില്ല എങ്കിൽ വിദേശത്തേക്ക് കടക്കുക എന്നിവയെല്ലാം തന്നെ ഓരോ ലക്ഷ്യങ്ങളായിരുന്നു. എന്നാൽ ആ ലക്ഷ്യങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് തങ്ങൾ അവിടെ വളഞ്ഞു ഇട്ട്, അല്ലെങ്കിൽ ആ വാഹനത്തിൽ മുന്നിലേക്ക് പോലീസ് എത്തിക്കൊണ്ട് കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണ്ണൂരിനെ എന്നും അല്ലായിരുന്നുവെങ്കിൽ വിദേശത്തേക്ക് അടക്കം രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു എന്നും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ പ്രതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളോട് സഹകരിക്കുന്ന ഒരാളല്ല എന്ന കാര്യം കൂടി പ്രധാനമായും ചൂണ്ടിക്കാണിക്കാൻ കൂടിയാണ് അന്വേഷണ സംഘം മുന്നിട്ട് ഇറങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ 11 മണിക്ക് നേരത്തെ ഹാജരാക്കുമെന്നായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത്. എന്നാൽ മറ്റു കേസുകൾ വിളിച്ചതിന് ശേഷം പിന്നീട് ഈ കേസ് പരിഗണിക്കുന്ന, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ഒരു ഇടവേള സമയത്ത് തന്നെ കോടതിയിൽ ഹാജരാക്കുക എന്നൊരു തീരുമാനം, മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുക എന്നത് തന്നെയുള്ള തീരുമാനമാണ് പോലീസ് എടുത്തിരിക്കുന്നത്. അതിനിടയിൽ ചോദ്യം ചെയ്യൽ നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്ന നടപടികളെല്ലാം തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പൂർത്തിയാക്കേണ്ടതുണ്ട്. കൂടുതൽ സമയം ചോദ്യം ചെയ്യാനും വിവരങ്ങൾ ശേഖരിക്കാനും ലഭിച്ചതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഒരു കസ്റ്റഡി അപേക്ഷ, കൂടുതൽ ദിവസം നീണ്ട കസ്റ്റഡി അപേക്ഷയ്ക്ക് സാധ്യതയില്ല. അതിലെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം കോടതിയിലേക്ക് കൊണ്ടുവരും.